ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹിസി ഗെയിമിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് റോബ്ലോക്സിൻ്റെ ബ്ലോക്സ് റൂട്ട് സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാതെ വന്നിരിക്കുന്നവർ എല്ലാം ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് വരിക, എന്നാലും നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നുള്ളൂ. നമ്മൾ അത്ര എത്തിയില്ലെങ്കിലും എന്നാലും ചെറിയൊരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഐലൻഡ് എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഐലൻഡിലേക്കുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലൊക്കേഷൻ. അത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ലെവൽ 10 ആയപ്പോൾ എനിക്ക് കിട്ടിയ ഇതാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകേണ്ടത്. നമുക്കതൊന്ന് ഓണാക്കിയിടണം. അപ്പോൾ ഞാൻ ഓണാക്കിയിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓണാക്കണം. ആദ്യം ട്രാക്കിംഗ് കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് പറ്റുവാണെങ്കിൽ നമുക്കൊരു ബ്ലോക്സ് ഫ്രൂട്ട് കഴിക്കണം. പോരാത്തതിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഗോയിങ്മേര് പോലത്തെ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കണം. അപ്പം ഒരു ഷിപ്പ് നമുക്ക് എടുക്കണം. അത് എന്നാലും നമുക്കൊരു ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ലോകം വന്ന് പോകുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറന്നു പോകുന്നു. ഒരു നാൾ നമ്മൾ അവൻ്റെ കൂട്ട് പറന്നു പോകും ഗൈസ്. നമ്മൾ കണ്ടല്ലോ ഇത്തൻ പറന്നു പോകുന്നത്. അവൻ്റെ കൂട്ട് നമ്മൾ വീണ്ടും നമ്മൾ പറന്നു പോകും. അപ്പം നമ്മൾ വന്ന വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. നമുക്കിപ്പം അതുകൊണ്ട് ഗൈസ് ആ പച്ച കണ്ടോ, അങ്ങോട്ടാണ് പോകേണ്ടത്. അതൊരു ഫോറസ്റ്റ് ജംഗിളാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് വന്നിരിക്കുന്ന ലൊക്കേഷൻ ജംഗിളാണ്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ഇതൊക്കെ നോക്കാം. ഇനി അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഗൈസ്. ഇവിടുന്ന് അവിടം വരെ ദൂരം. ഈ കപ്പലിൽ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ലാഗല്ല, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്, സ്പീഡില്ല. ഇതൊക്കെ ഒന്ന് കണ്ടോ, അപ്ഗ്രേഡ് ചെയ്യണം. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു വെപ്പൺ എടുക്കണം, ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രൂട്ട് വാങ്ങണം. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം അവിടെ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കോമ്പറ്റീഷൻ ലെവലാണ്, നമുക്ക് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇന്ന് അവിടെയൊക്കെ ഫുള്ള് സർവൈവ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. നമുക്ക് നോക്കാം എന്തൊക്കെ അവിടെ എന്താണ് അവിടുത്തെ കോമ്പറ്റീഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറെ ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കാം. നമുക്ക് വളരട്ടെ ഗൈസ്. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്, നോക്കട്ടെ. അപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്, നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഇറങ്ങിയിട്ട് ചാടിക്കന്നെ ഇറങ്ങാൻ പറ്റും തോന്നുന്നു ഗൈസ്. നമുക്കൊന്ന് ഇറങ്ങി കഴിച്ചു. പക്ഷേ വെള്ളത്തിലേക്കാണ് വീണ് പോയ അബദ്ധത്തിൽ. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ബോട്ടിൻ്റെ ഷോപ്പ് ഇതായിരിക്കും. ഇവിടെ എന്താ ഗൈഡാണെന്ന് തോന്നുന്നു. എന്താണ് ഇൻട്രാക്ട് ചെയ്ത് നോക്കാം. പുള്ളിക്കാരെ സെറ്റ് ഹോം പോയിൻ്റ്. ഇവിടെ നമ്മൾ റിവൈവ് ചത്ത് കഴിഞ്ഞ് ഇവിടെ തിരിച്ച് വരണം. അത് അക്സെപ്റ്റ് ചെയ്തേക്കാം. എങ്ങാനും ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് ഇതാക്കട്ടെ. ഓക്കെ, അതൊക്കെ വീണ്ടും വന്നാൽ നമുക്ക് നെവർമെൻ്റ് അടിച്ച് വിട്ടേക്കാം ഗൈസ്. അപ്പം നമ്മൾ ചത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് റീസ്പോൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഉള്ള ക്വസ്റ്റൊക്കെ നമുക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു അവിടുത്തെ സാധനമാണ്. അപ്പം ഇവിടുത്തെ ആൾക്കാർ അപകടകാരികളാണോ അതോ മറ്റവരുടെ റൂട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരാണോ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ചെങ്കളായതുകൊണ്ട് എന്തായാലും നോക്കാം, കാട്ടുവാസികൾ വല്ലതും ആണോ നോക്കാം. ഇൻട്രാക്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് മറ്റേ സാധനം ഓഫാക്കി ഇട്ടേക്കാം, ട്രാക്കർ, അല്ലെങ്കിൽ അതെപ്പോഴും ഉണ്ടാവും ട്രാക്ക്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ മങ്കീസ് ഗൊറില്ലാസ് ആയിരിക്കും ഗൈസ് ഉണ്ടാവുക. അപ്പം നമുക്ക് മങ്കീസ് ചെറുതൊന്നും തുടങ്ങാം. $800 കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സ്പിയും കിട്ടുന്നുണ്ട്. ഒരു 2-3 ലെവലിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കൂട്ടാൻ വേണ്ടി പറ്റും ഗൈസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതിൽ. കാരണം എക്സ്പി അത്യാവശ്യം നല്ല കൂടുതലാണ് മങ്കീസിനൊക്കെ കൊല്ലാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള ടഫും ഉണ്ടാവും ഗൈസ്. നമുക്ക് അവരെ ഫൈറ്റ് ചെയ്ത് തന്നെ നോക്കാം. ഇവിടെ മങ്കീസ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇത് മങ്കീസ്. നമുക്ക് ഇവരായിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് ബാഹുബലിൻ്റെ ഒരു ചാടി വന്നടിച്ചാലോ? ചാടി വന്നടിക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ വേറൊരുത്തനും കൂടെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവനായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കാം. ഇവർ അത്യാവശ്യം ഡാമേജ് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഹാർഡാണ് നോക്കാം. പോകുന്നുണ്ട് ചൊറ. ഇവർ അത്യാവശ്യം അപകടകാരികളാണ് ഗൈസ്. നമുക്കിവരെ അത്യാവശ്യം ക്ഷമയോടെ വേണം അടിച്ച് കൊല്ലാൻ. ആദ്യത്തെ ഒരാളെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഇത് കണ്ടോ ഗൈസ്. ഞാൻ പറഞ്ഞില്ല ലെവലപ്പായിട്ടുണ്ട്. അവരെ എക്സ്പി കൂടുമ്പോൾ നമ്മൾ ലെവലപ്പായി. ഇപ്പം 11ാമത്തെ ലെവലായി. നമ്മൾ ഇന്ന് കട്ട്ലാസ് വെച്ചിട്ടാണ്. കഴിഞ്ഞ വട്ടം നമ്മളൊരു കത്താന വാങ്ങി അത്
മാറ്റിയിട്ട് ഇപ്പോൾ ഒരു കട്ട്ലെസ് വെച്ചിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. കത്താന വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷേ ഇന്ന് മൊത്തം കട്ട്ലെസ് വെച്ചിട്ട് കളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കഴിച്ചാൽ നമുക്ക് അത് കളിക്കാം. അപ്പം അത്യാവശ്യം നല്ല ഇതുണ്ട് ഗൈസ്. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ആളെ കൊന്നിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല ഹെൽത്തും ഉണ്ട്, അവർ നല്ല ഡാമേജ് തരുന്നുമുണ്ട് നമുക്ക്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു 5 പേരെ കൊന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഐലൻഡിൽ പോയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട് എല്ലാം കഴിക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം നല്ല ടഫായിരിക്കും ഇവിടുത്തെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഇതൊക്കെ. ഗായ്സ് നമുക്ക് അത്യാവശ്യം നല്ല ടഫാണ് ഇവർ. ഇത് എൻ്റെ 3ാമത്തെ ആളാണ്. ഇവിടെ വേറൊരാളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് അവിടെ ഇതിന്. പക്ഷെ അവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റും തോന്നുന്നു ചാറ്റ് വഴി. നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളാദ്യം നമ്മുടെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഈ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത് നോക്കാം. പുള്ളിക്കാരന് ഇങ്ങനെ എന്തോ സാധനം വയ്ക്കുകയാണ്. പക്ഷേ നമ്മുടെ ലെവൽ കൂടുമ്പോൾ തന്നെ അതിൻ്റെ പൈസ കൂടുമെന്നാണ് പറയുന്നത് ഗൈസ്. അയ്യോ നമ്മളിപ്പോൾ 11ാമത്തെ ലെവലായി. അപ്പോൾ പൈസ കൂടും. നമ്മളിപ്പം കം ബാക്ക് അറ്റ് ലെവൽ 50. ലെവൽ 50 ആകുമ്പോൾ പൈസ കൂടും എന്നാണ് പറയുന്നത് ഗൈസ്. അപ്പം പൈസ കൂടും. നമുക്കിപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പോയിട്ട് വാങ്ങാനുള്ള കാര്യം നോക്കാം ഗൈസ്. അപ്പോൾ ഏകദേശം 3000 വേണം തോന്നുന്നു വാങ്ങാനായിട്ട്. 3000 2000 ആവാണ്ട്. ഫ്രൂട്ട്സിന് അത്യാവശ്യം നല്ല പൈസ ഉണ്ട് ഗൈസ്. ഫ്രൂട്ട്സിന് ഇത് നമ്മുടെ അവനെ ഉറക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവനെ ഉറക്കിയിട്ടുണ്ട്, കിടത്തി ഉറക്കാറുണ്ട്. ഇനി നമ്മൾ നമ്മുടെ 5ാമത്തെ ആളുടെ അടുത്ത്, സെക്കൻഡ് ലാസ്റ്റ് ആളുടെ അടുത്താണ് പോകുന്നത്. സെക്കൻഡ് ലാസ്റ്റ് അത്യാവശ്യം അടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇന്ന് ഡബിൾ ഫ്രൂട്ട് വാങ്ങി കഴിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഫൈനൽ സെക്കൻഡ് ലാസ്റ്റ് ഇതാ കഴിഞ്ഞില്ല ഗൈസ്. കഴിഞ്ഞ് ഫൈനൽ ഇതേ തപ്പി പോകാം. അതിനുശേഷം നമുക്കൊന്ന് ഹോം ടൗൺ വരെ ഒന്ന് പോയി നോക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് എങ്ങാനും ഇത് വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ വാങ്ങി കഴിക്കാം. എനിക്ക് തോന്നുന്നു അത്രയും ബഡ്ജറ്റ് മതിയാവും തോന്നുന്നു. അപ്പം നമുക്കൊന്ന് പോയി വാങ്ങുകയാണെങ്കിൽ അത്ര ഹെൽപ്പാവും ഗൈസ്. നമുക്ക് കൂടുതൽ പവേഴ്സൊക്കെ നമുക്ക് അൺലീഷാക്കണം. അപ്പം നമ്മുടെ ഇവരത്യാവശ്യം ലാസ്റ്റ് പേഴ്സണാണ് നമ്മുടെ. അവനെ കൊന്നിട്ട് നമുക്ക് $800 കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ടോട്ടൽ ഏകദേശം 2000-അടുത്ത് എത്തിയിട്ടുണ്ട്. 2000 ആയില്ലെങ്കിൽ $1778 ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഒരു ഡോൾ ഫ്രൂട്ട് വാങ്ങാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ഫൈറ്റ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട, നേരെ പോവാം, വാങ്ങാം, വരിക തിരിച്ച് ഗൈസ്. അതാണ് നമ്മുടെ നോക്കുന്നത്. നമ്മുടെ ഷിപ്പയുടെ അവിടെ അടിച്ചിരുന്നത് സ്ലോ മോഷൻ നടന്നു പോവുകയാണ് നമ്മൾ ഗൈസ്. സ്പീഡിൽ ഓടാൻ പറ്റും, സ്പീഡിലോടും പോകാൻ പറ്റില്ല. അല്ല, സ്പീഡിൽ ഓടുന്നില്ല, എന്നാലും നമ്മൾ സ്ലോ മോഷനിലാണ്. ചാടി സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്ന് ടൈം ആവുന്നുണ്ട്. അതുകൊണ്ട് നോക്കിയപ്പോൾ ഇപ്പം ഈ പുള്ളിക്കാരൻ ബോട്ട് വെക്കുന്ന ആളാണ് തോന്നുന്നത്. പിന്നെ സ്ലൂപ്പ് വേണ്ട, നമുക്ക് അത്യാവശ്യം നല്ല വലുത്. അതിന് $1000 വേണം ഗൈസ്. നോക്കാം. ആദ്യം പോയിട്ട് ഇത് വാങ്ങിയിട്ട് വരാം, ഫ്രൂട്ട് വാങ്ങിയിട്ട് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രൂട്ട് വാങ്ങിയിട്ട് നല്ലതാണെങ്കിൽ ബാക്കി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരെണ്ണം വാങ്ങാം. നമ്മുടെ 2 ടാസ്കും ഇന്ന് തന്നെ കംപ്ലീറ്റ് ആവും. ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. ഇത് തെറ്റിപ്പോയതാണ്. ഇപ്പോൾ റെഡിയായി. അയ്യോ, സ്ഥലം മാറി. ഇനി നമുക്ക് അവിടം വരെ പോകണം. അത്യാവശ്യം നല്ല ലാഗ് അടിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അവിടം വരെ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല സ്പീഡിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇവിടെ വരെ പോയിട്ട് ഇവിടെ ഇതിനൊക്കെ എത്ര രൂപയാവുമെന്ന് നോക്കിയിട്ട് വരാം. ഷോപ്പ് ഇവിടെ ഷോപ്പിനൊക്കെ എത്ര രൂപയാവും നോക്കിയിട്ട് വരാം. മിറാക്കിൾ ഫ്രീ ആണ്. മിറാക്കിൾ അതാണ് നമ്മുടെ ഇരിക്കുന്നത്. നമ്മുടെ ഇരിക്കുന്നത് വേറെ എന്താ സാധനമല്ലേ.
അപ്പം മിറാക്കിളിന് ഫ്രീ ആണ്. ദ സെൻറ്റിനലിന് 1000 റുപ്പീസ് ആവും. 1000 റുപ്പീസ്. അപ്പോൾ നമുക്ക് അവിടെയും 1000 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മിറാക്കിൾ ഗെയിം പാസ് വേണം ഗൈസ്. ഓ ഷിറ്റ്, ഗെയിം പാസ് നമ്മുടെ കയ്യിലില്ല. ഒരു കാലം കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം. ഗെയിം പാസ് വേണം. ബിങ്കി സ്ലൂപ്പ് ഇത് നമ്മുടെ കയ്യിലുള്ളതാണ് ഗൈസ്, ബിങ്കി. അപ്പോൾ നമുക്ക് വന്ന കാര്യം നോക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ഗോ സെർച്ച് ഫോർ എ റോബ്ലോക്സ് ഫ്രൂട്ട്. അപ്പോൾ നമുക്കൊരു ഫ്രൂട്ട്, ഡബിൾ ഫ്രൂട്ട് കഴിക്കാൻ, ബ്ലോക്സ് ഫ്രൂട്ട് കഴിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇല്ല ഗൈസ്, ആദ്യം നോക്കാം. ഓ ഉണ്ട്. അയ്യോ 5000 റുപ്പീസ്. റോക്കറ്റ് ഫ്രൂട്ടിന് 5000. സ്പിൻ കൊമാന് 7500 റുപ്പീസ് ആവും. വേറെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നമുക്ക് എന്തായാലും സ്പിൻ വാങ്ങാം ഗൈസ്. അതാണ് കുറച്ചും കൂടെ പവറുള്ളത്. നോക്കുന്നത് ചുമ്മാ എന്തിനാണ് റോക്കറ്റ് വാങ്ങണം. അപ്പം വില പറഞ്ഞ ചുമ്മാ വാങ്ങണ്ട, നമുക്കൊരു ഇത് വാങ്ങാം ഗൈസ്. അപ്പോൾ ആദ്യം തൊട്ട് അത് വാങ്ങാം. പൈസ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ള പൈസ കിട്ടും തോന്നുന്നില്ല. എന്നാലും ഇവിടെ ഒരു ചലഞ്ച് എടുത്തിട്ട് അവിടെയും പോയി ഒരു ചലഞ്ച് എടുക്കാം. അപ്പം നമുക്ക് നേരെ ഒരു ചലഞ്ച് എടുക്കാം. അപ്പം ചലഞ്ച് അടിച്ച് ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് സ്കിപ്പ് ഇറ്റ് റൈറ്റ് നൗ. അപ്പം ഞാനത് പെട്ടെന്ന് പോയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ക്വസ്റ്റ് എന്നാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പം $350 വീണ്ടും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ $2339 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്കിത് തിരിച്ചവിടെ പോയിട്ട് അവിടെ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപ കിട്ടും നോക്കാം. അത് തികയുമെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇനി പോകുന്നത് നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ടാവല്ലോ. ഇപ്പോൾ അടിക്കാറ്റ് കയറുന്നില്ലല്ലോ, അവസാനം കയറി. ഇനി പറഞ്ഞ പോലെ പോകുന്നത് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ലെറ്റ്സ് ഗോ ടു ദ അതർ ഐലൻഡ് ടൗൺ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്, വേഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ട്രഷർ ചെസ്റ്റ് അല്ലേ നമുക്ക് കാണുന്നത്, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന്. അപ്പം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു $270 കിട്ടുന്നുണ്ട് ഗൈസ്. ഈ ക്വസ്റ്റ് എടുക്കണം നമുക്ക്. ക്വസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ലാഗ് അടിക്കും. മീൻസ് വീഡിയോ കുറച്ചും കൂടെ ലാഗ് അടിക്കും. എന്ത് പറയണം. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അല്ലാതെ ജസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നു. എടുത്തേക്കാം ഗൈസ്. ഇനി പൈസ നമുക്ക് അത്രയും ഗ്രൈൻഡ് ചെയ്യുന്ന അത്രയും കൂടുമല്ലേ. വീഡിയോ ലെങ്ത് ആക്കണ്ടായിരുന്നു, എന്നാലും എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തേക്കാം. മങ്കീസിനെ തന്നെ ആയിക്കോട്ടെ. ഗൊറില്ല എടുക്കണോ? അല്ല, മങ്കീസ് എടുത്ത് നമുക്കൊരു ഡബിൾ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഗൊറില്ലേനെയൊക്കെ കൊന്ന് സെറ്റാക്കാം. കൊന്നിട്ടല്ല, ഡിഫീറ്റ് ചെയ്യാം. അവിടെ നോക്കി ചാടി വെള്ളത്തിലേക്ക് പോയി. അന്നേരം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ നമ്മുടെ ഇറയാണ്. ഇവർ അടിയിടാം നിൽക്കുക. ഓക്കെ അങ്ങനെ അടിച്ച് കണ്ട് 2 പേർക്ക്. അത് വേറെ എടുക്കുന്നില്ലേ? അവൻ നമ്മളെ ഇതിനെ കൊണ്ടുപോയി. നമ്മൾ മുക്കാലും തീർത്ത് വെച്ചിട്ടാവുന്ന ബോസിനെ വന്ന് കൊണ്ടുപോയി. സാരില്ല, പോട്ടെ, പാവല്ലേ. ഇവരെ അടിച്ചു വരാം. പക്ഷെ അവൻ കൈ കൊണ്ടാണ് അവനെ അടിച്ചു കൊണ്ടിരുന്നത്. അവൻ ഡബിൾ ഫ്രൂട്ടെല്ലാം കഴിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ഇവനെ തൽക്കാലം അടിച്ച് കൊള്ളാം. ഓക്കെ അവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആൾ ഓക്കെ വാ ഹെൽത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. ഹെൽത്ത് ഇല്ല, അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും തീർക്കും ഗൈസ് നമ്മളെ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെൽത്തൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാം. ഇത്ര ഹെൽത്ത് മതിയാണ്. അയ്യോ, അപ്പോഴത്തേക്ക് സ്പോണായി ഗൈസ് ഇവിടെ ഉള്ള. അപ്പോൾ നമുക്ക് അവനെ കൊല്ലണം. ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. ലെവൽ ഇപ്പോൾ 15 ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് 5-6 ഒരു മിഷൻ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ 15 എത്തി. നമ്മൾ 10 വന്നതാണ്. ഇപ്പോൾ 16 ഒരു ലെവലപ്പം കൂടെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവനെ കൊല്ലാം. ഈ അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്.
ഗൈസ് രണ്ടുപേരും കൂടെ നമ്മളായിട്ട് തോണ്ടി കളിക്കുന്ന അടിക്കാൻ പറ്റുന്നില്ല. ഓടി രക്ഷടാ ഗൈസ്. അടിക്കാൻ എന്തോ കമ്പൈന് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ചത്തേനെ ഗൈസ്. അത് അവന്മാരുടെ അടുത്തോട്ട് അടിക്കുക. നല്ല അടി കൊടുക്കാം. ഗൈസ് രണ്ടുപേരും കൂടെ അവനൊന്ന് കളി കാണുന്നുണ്ടോ? അവനൊന്ന് അടി കാണുന്നത് ഗൈസ്. അപ്പോൾ അവനെ അത്യാവശ്യം നല്ല ഡാമേജ് കൊടുക്കണം. അവനെ തീർത്തിട്ടുണ്ട്. ഇനി ഇവനെ തീർക്കാൻ പോകാം ഗൈസ്. വേറെന്തൊക്കെ വരുന്നത് ഇതാണ് എനിക്കിഷ്ടമല്ല. അതായത് കണ്ടു ചത്ത് ഗൈസ്. ഗൈസ് അത് പെട്ടെന്ന് സ്റ്റക്കായി പോയതാണ് ഗൈസ്. മാറ്റാൻ പറ്റില്ല. അങ്ങനെ ചത്തിട്ടുണ്ട്. ഇനി സോഡ് എടുക്കുന്നില്ല. നമുക്ക് ബെയർ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ബെയർ ഹാൻഡ്, ഓൺലി യൂസിങ് ബെയർ ഹാൻഡ്. അത് നമുക്കൊന്ന് അവന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ. എൻ്റെ ബെയർ ഹാൻഡിനെ അവന് വേണ്ടി തുടിക്കുകയാണ്. അടിച്ചു കൊല്ലാം. അപ്പം രണ്ടുപേരുണ്ട് കേസ് അവിടെ. അതാണ് ഇങ്ങനെയെങ്കിലും അവരൊന്ന് മാറ്റണമല്ലോ. ഓരോരുത്തരും അടിക്കാൻ വേണ്ടി പോയി നോക്കാം. രണ്ടുപേരും കൂടെ വീട്ടിൽ അയ്യോ സാരില്ല. എന്നാലും നോക്കാം. മറ്റേ ടാക്കിൾ അവൻ വെച്ച് നോക്കിക്കാൻ മതി. തെറിക്കും രണ്ടുപേരും തെറിക്കും. ഈ മെത്തഡായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവൻ ഡെഫിറ്റ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവൻ പോകുമ്പോൾ എന്തോ വേവൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെയും വശീകരിച്ച് കൊണ്ടുവരികയാണ് കേസ്. ഞാൻ വശീകരിച്ച് കൊണ്ടുവരികയാണ്. അപ്പം വശീകരിച്ച് കൊണ്ടുപോകുന്നതിന് ശേഷം നമുക്ക് അവനെ ഇടിച്ച് തീർക്കാം. ഇടിക്കാൻ രണ്ടൊരു പേരുണ്ട്. 1000 IQ. അപ്പം നമ്മളവനെ ഇടിച്ച് കൊല്ലാൻ വേണ്ടി നിൽക്കണം. അവൻ തീർന്നില്ലേ? അവന് തീർത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് അവനെയും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരാളെയും കൂടെ തീർക്കാനുണ്ട്. ഒരാളെയും കൂടെ തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിസ്റ്റ് തീരും. ടിക്ടാക്ക് അവനെ തീർക്കും. അപ്പം ഔട്ട് സൈഡിൽ തന്നെ അത്യാവശ്യം ഡാർക്കായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും കാണുന്നവരെ ബൈ.